അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് താരീഖ് പാഠം 3 ഉഹദ് നൽകിയ പാഠം. ഇതാണ് പാഠഭാഗത്തിന്റെ പേര്. നമുക്കാദ്യം പാഠഭാഗം നോക്കാം. ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായി ശത്രുക്കൾ സംഘടിച്ചു വന്നു. 3000 യോദ്ധാക്കളും 15 സ്ത്രീകളും 200 കുതിരകളും 300 ഒട്ടകങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ശത്രുപക്ഷം. മുസ്ലിം പക്ഷത്ത് 1000 പേർ ഉണ്ടായിരുന്നുവെങ്കിലും വഴിയിൽ വെച്ച് 300 പേർ മടങ്ങി. അവർ മുനാഫിക്കുകളായിരുന്നു. ഉഹദ് പ്രവർത്തനത്തിന്റെ സമീപം വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചു. അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിന്മേലെ വിന്യസിപ്പിച്ചു. പിന്നിൽ കൂടി വരുന്നവരെ തടയാനായിരുന്നു ഇത്. ഞാൻ തിരിഞ്ഞു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. യുദ്ധം ശക്തിയായി. ശത്രുക്കൾ ഭയന്നോടി. ഈ അവസരത്തിൽ മുസ്ലിങ്ങൾ ഒനീമത്തുകൾ ശേഖരിച്ചു തുടങ്ങി. അതുകൊണ്ട് ജബലുർ റുമാത്തിലുള്ള ചിലർ താഴെ ഇറങ്ങി. ഈ അവസരത്തിൽ ശത്രുക്കൾ മേൽ കയറി ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തി. മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു. മുസ്ലിങ്ങൾ അത് കേട്ട് പരിഭ്രമിച്ചു. ചിലർ ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഓടിപ്പോയവരെല്ലാം അത് ഒത്തുകൂടി ഒരു ഘോര സമരം നടത്തി വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70 സ്വഹാബികളും ഉഹദിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്സിനു മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ശത്രുക്കളിൽ നിന്ന് 23 പേർ കൊല്ലപ്പെട്ടു. ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം 15-നാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തെദ്രീബാത്ത് നോക്കാം. തെദ്രീബാത്തിലെ 1-ാം ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. ഉഹദ് യുദ്ധമുണ്ടായ വർഷം ഏത്? ഉത്തരം ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസത്തിൽ. ചോദ്യം 2. ജബലുർ റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഉത്തരം ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത്. ചോദ്യം 3. പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു. ചോദ്യം 4. കൊലയാളി വിളിച്ചു പറഞ്ഞു എന്ത്? ഉത്തരം നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു. ചോദ്യം 5. ഉഹദിൽ ഷഹീദായവർ എത്ര? ഉത്തരം 70 സ്വഹാബികൾ. ഇനി തെദ്രീബാത്തിലെ 2-ാം ഭാഗം പൂരിപ്പിക്കാം. 1. 3000 ശത്രുപക്ഷം. ഇതിൻ്റെ പൂർണ്ണരൂപം 3000 യോദ്ധാക്കളും 15 സ്ത്രീകളും 200 കുതിരകളും 300 ഒട്ടകങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ശത്രുപക്ഷം. 2. അമ്പെയ്ത്തിൽ വിദഗ്ധരായ വിന്യസിപ്പിച്ചു. ഇതിൻ്റെ പൂർണ്ണരൂപം അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിന്മേൽ വിന്യസിപ്പിച്ചു. 3. മുസ്ലിം പക്ഷത്ത് മടങ്ങി. ഇതിൻ്റെ പൂർണ്ണരൂപം മുസ്ലിം പക്ഷത്ത് 1000 പേർ ഉണ്ടായിരുന്നുവെങ്കിലും വഴിയിൽ വെച്ച് 300 പേർ മടങ്ങി. ഇനി തെദ്രീബാത്തിലെ 3-ാം ഭാഗം ഉഹദ് നമുക്ക് നൽകിയ പാഠം. 1. അമ്പെയ്ത്തുകാരെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. 2. യുദ്ധമുതലുകൾ വേഗത്തിൽ ശേഖരിച്ചത്. 3.
തത്വത്തെ അനുസരിക്കൽ. ഇനി ഈ പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഉഹദ് യുദ്ധത്തിനുള്ള ചോദ്യം 1. ഉഹദ് യുദ്ധത്തിനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം: ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായിരുന്നു ഉഹദ്. ഇനി രണ്ടാം ചോദ്യം: ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിയവർ ആരായിരുന്നു? ഉത്തരം: മുനാഫിക്കുകൾ. ചോദ്യം 3. അമ്പെയ്ത്തിൽ വിദഗ്ധരായവരെ വിന്യസിപ്പിച്ചത് എവിടെ? ഉത്തരം: ജബലുർ റുമാത്തിൽ. ചോദ്യം 4. അമ്പെയ്ത്തിൽ വിദഗ്ധരായവരെ ജബലുർ റുമാത്തിൽ വിന്യസിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: മലയുടെ പിന്നിൽ കൂടി വരുന്നവരെ തടയാൻ വേണ്ടി. ചോദ്യം 5. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ചോദ്യം 6. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു? ഉത്തരം: 23 പേർ.